നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ 15 സ്ട്രേഞ്ചർ 10,000 രൂപയ്ക്ക് വേണ്ടി ഈ ഏരിയ മൊത്തം വരുന്ന ഒരു ട്രഷർ ഉണ്ട്. ദ ഗ്രേറ്റ് കേരള റേസ്. നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ വെച്ചിട്ട് ഒരു 15 സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ഒരു 8 ടാസ്ക് വെച്ചിട്ട് ഈ പറയുന്ന ഒരു ട്രഷറിന് വേണ്ടിയിട്ട് ഒരു 15 പേരെ നമുക്ക് കാണാം. ഒരു ടീമിൽ 3 പേര് വെച്ചിട്ട് അതെങ്ങനെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ട്രഷർ ഹണ്ടിന് മുമ്പ് നമ്മൾ ഈ ആളുകൾ സ്ട്രേഞ്ചേഴ്സിലേക്ക് എത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചെറിയൊരു 7 ടാസ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചീട്ടെടുത്തിട്ട് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നോക്കാം. ഒരു ട്രഷർ ഹണ്ടാണ്. ഒരു ടാസ്ക് ഒരു 5 ടീമുണ്ട്. പാർട്ടിസിപ്പൻസിന് ഫുഡ്, ജ്യൂസ്, പിന്നെ എക്സ്ട്രാ ഒരു സർപ്രൈസും ഉണ്ട്. ടാസ്ക് ചെയ്യണം. എല്ലാം നല്ലതാണ്, എല്ലാം എളുപ്പമാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ഒരു ഇൻഡടിക്കണം. നിങ്ങൾ 3 പേരും കൂടെ മിമിക് ചെയ്യണം. Congratulations. I love you. ഓക്കെയാണ്. വാ, കുറച്ച് ഓവർ ടൈം പോയാണ്. ട്രൈ ചെയ്യാം. Oh God! You again? നിങ്ങളെ പാർട്ണറിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആയിട്ട് അതിപ്പോ പറഞ്ഞു തരുന്ന വളരെ നല്ല ആൾക്കാരാണ്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അല്ലെങ്കിൽ വേണ്ട. 5 o'clock പോവാം. വീഡിയോ ചെയ്താലും പ്രശ്നമില്ലല്ലോ. താങ്ക് യു. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇപ്പൊ ഞാൻ ഇവനെ ബ്രേക്കപ്പ് ചെയ്യണോ ഇല്ലേ? ഒരു കാര്യം, ഇവന്റെ മറ്റേ പേരെന്താ? കൊണ്ടുപോയതിന്റെ പേര് ടോണി. കൊച്ചു വീഡിയോ ഒക്കെ പിടിക്കും. ടോണി. നീ കാര്യം ഇവൻ ഗോകുലായിരുന്നു. അവന്റെ ജീവിതം എന്നാ സാനിയുടെ ബാഗിനാ അതില്ലെങ്കിൽ എനിക്ക് ഗോക്സിനോട് കാര്യം പറയാനുണ്ട്. നമ്മളെ കാര്യം വർക്കാവും എനിക്ക് തോന്നുന്നില്ല. എന്തോ ഞാൻ കുറെ ശ്രമിച്ചിട്ടും എനിക്ക് വർക്കാവും തോന്നുന്നില്ല. ഗോക്സിന്റെ സ്നേഹം എനിക്ക് പോരാ. ഗോക്സ് പഴയതുപോലെ സ്നേഹം ഇല്ല. ഗോക്സ്, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഗോക്സ് വേറെ റിലീജിയൻ, ഞാൻ വേറെ റിലീജിയൻ. എനിക്ക് നിന്നിത് പറ്റത്തില്ല. ഗോക്സ് പറഞ്ഞ സമയങ്ങളെ എനിക്ക് നേവിയിൽ ജോലിക്ക് പോകാനുള്ള പെൺകൊച്ചിനെ. ഇത് ഗോക്സിനായിരുന്നു അറിയാവോ? ഇതാണ് എന്റെ ടോണി ചേട്ടൻ. Oh God! You again? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് സ്ട്രേഞ്ചറായിട്ട് ഞാനവിടെ എല്ലാവരും ചിരിച്ചേ. സൂപ്പർ. നമ്മള് 15 സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിച്ചു. ഇനി അവരെല്ലാരെയും നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മെയിൻ ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഓരോ ടീമിന്റെ ഇൻട്രോ ഒന്ന് കണ്ടിട്ടോ.
Map in their hands, they'll try Vandrum trails. We conquer the land, museum whisper secrets, history unfolds. Adrenaline's a river, the story's bold. The great Kerala race, we're chasing the prize through the palace gates, where legends arise. Clues in the wind, the clock's in our face. Run wild, run free in the Kerala race. നമ്മുടെ ഈ ഗെയിംസിന്റെ റൂൾ ഞാൻ ഒന്ന് പറയാൻ പോവാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ നിങ്ങൾക്ക് ടീം കൊളാബറേഷനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല, നമ്മളത് ക്യാൻസൽ ചെയ്യും. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് 90% ആയിരിക്കും നിങ്ങളുടെ ക്യാഷ് പ്രൈസ്, 10% നിങ്ങളുടെ ഗൈഡിനായിരിക്കും പോകുന്നത്. ഇവിടെ ഈ പാർക്കിൽ വന്നിട്ടുള്ള വിസിറ്റേഴ്സിന്റെ ലൈഫ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഗെയിം പ്ലേ കാര്യങ്ങൾ നടത്തുക. ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഈ ഗെയിമിൽ ഒരു ലൈഫ് ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 3 ടാസ്കിനുള്ളിൽ നിങ്ങൾക്ക് ഈ ലൈഫ് ലൈൻ ഉപയോഗിക്കാം. ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഗൈഡിന് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഗൈഡിന്റെ സഹായം നിങ്ങൾക്ക് തേടാൻ പറ്റും. എന്തെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും തരുന്നത്, പക്ഷെ നിങ്ങൾക്ക് ആ ലൈഫ് ലൈൻ ആദ്യത്തെ 3 ടാസ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയാണ് ഗെയിം. അപ്പം മേ ദ ബെസ്റ്റ് വൺ വിൻ. ഫസ്റ്റ് ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അബിൻ ബ്രോനെ വിളിക്കുകയാണ്. ബുദ്ധി ഒരു ആയുധമാണ്. ഈ ആയുധത്തിന്റെ മൂർച്ചയാണ് നമ്മൾ ടാസ്ക് 1-ൽ പരീക്ഷിക്കുന്നത്. ടാസ്ക് 1 ദ ഹ്യൂമൻ റിഡിൽ. ഈ ടാസ്ക് സോൾവ് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ മുമ്പോട്ട് വരേണ്ടതാണ്. ഈ മുമ്പോട്ട് വന്നിരിക്കുന്ന ആൾ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ബസർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓരോ ചോദ്യം ഞാൻ ചോദിക്കുമ്പോഴും ഈ ബസർ ഒരു ശബ്ദമുണ്ടാക്കി ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടും. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്ത ഉത്തരം ഞങ്ങൾ അംഗീകരിക്കൂ. ഓരോ ഉത്തരത്തിനും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിന് അടുത്ത ടാസ്കിലേക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലാ ടീമും ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്ത് പോകുന്നത് വരെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ശബ്ദം വെക്കണം എന്തെങ്കിലും, ആ ശബ്ദം അവിടെ കേൾക്കണം. ആദ്യം ആരുടെയാണോ കേൾക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇവർക്ക് അറിയുന്ന പോലും എനിക്കറിയാം. നമുക്ക് തുടങ്ങാം. എല്ലാവരും ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ അല്ലേ? സോ ആദ്യത്തെ ചോദ്യം വരുന്നത്, നീല രക്തമുള്ള ജീവി ഏതാണ്? കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത റൗണ്ട്. ഇവരിപ്പോ അടുത്ത ടാസ്കിലേക്ക് പോയിരിക്കുകയാണ്. ബ്രോ ഇതിലെ ടാസ്കിലേ ടാസ്ക് വൈലറ്റ്. ഈ ടാസ്കിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് സ്ക്രീനിന്റെ താഴെ കാണിക്കുന്ന 5 ആനിമൽസുമായിട്ട് ഒരു സെൽഫി എടുക്കണം. അതില് ഒരെണ്ണത്തില് ഒരു സ്ട്രേഞ്ചറിനെ കൂടെ ഉൾപ്പെടുത്തണം. കോഷൻ, ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യരുത്. മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം. അതേപോലെ പാർക്കിൽ വരുന്ന വിസിറ്റേഴ്സിന്റെ കണ്ടസ്റ്റന്റിന്റെ ലൈഫ് നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഗൈഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കാട്ടിലേക്ക് സ്വാഗതം. ഒരു മൃഗത്തിന്റെ കൂടെ 5 ഫോട്ടോ എടുക്കണമെന്നാണോ അത് തന്നിരിക്കുന്ന മൃഗത്തിന്റെ എല്ലാത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കണം? ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും വിവരമില്ല. ഗൂഗിൾ ഇപ്പൊ ഉപയോഗിക്കോ? പറ്റൂല. അടുത്ത ചോദ്യം വരുന്നത്, ഏത് രാജ്യത്താണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചത്? തെറ്റുത്തരവാണ്. അടുത്ത 30 സെക്കൻഡ് ആൻസർ ചെയ്യാൻ പാടില്ല. രാജ്യം ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് പറഞ്ഞത്, അവളല്ല പറയേണ്ടത്. ബംഗ്ലാദേശ്. സോറി, തെറ്റുത്തരവ്. ആൻസർ പറ. നേരത്തെ അതാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എത്ര വർഷമെടുത്താണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത്? 16. സോറി, ഹലോ പേടിക്കണ്ട, നിങ്ങൾ എന്തായാലും ജയിക്കും ഇവിടെ. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, എല്ലാരും ശ്രദ്ധിക്കണേ. QR കോഡിന്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം.
പഠിച്ചല്ലേ നീ എന്താണോ മണ്ട ശരിയാണ്. മേടിച്ചോ. ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യം ദുബായ്. അവിടെ ബസർ സൗണ്ട് ഉണ്ടാക്കി. ബസർ മാത്രം. ദുബായ് തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. H2O എന്നത് ഏത് പദാർത്ഥത്തിന്റെ ഗൈഡ് ആണോ നമുക്ക് പൊളിക്കുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ഫോണെല്ലാട്ടേയും വാങ്ങാൻ പറഞ്ഞ 5 മൃഗങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കണം. സൂവിനകത്ത് കയറാൻ പറ്റുമോ? ടിക്കറ്റ് എടുക്കണ്ടേ? അല്ലേ ടിക്കറ്റ് എടുക്കണം. പയ്യെ പോടാ. വായിക്കും. റെഡ് പ്ലാനറ്റ് അല്ലെങ്കിൽ ചുവന്ന പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു. ഓൾ ദി ബെസ്റ്റ്. കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നു. തുറന്ന് വായിക്ക് പിള്ളേരെ. സ്വാഗതം. ദ ഗ്രേറ്റ് കേരള റേസ്. അത് വായിക്കാനുള്ള ടാസ്ക് ആണ്. ഒറിജിനൽ ആയിരിക്കണം, വേഗമായിരിക്കുക, ധൈര്യമായിരിക്കുക. ഓരോന്നിലും ഓരോ മൃഗത്തെ ചിത്രീകരിച്ച് 5 ഫോട്ടോ എടുക്കുക. എന്നുവെച്ചാ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഏതെങ്കിലും അവരതി പോയാ കണ്ടാ നമ്മളതിൽ പോയേ 100 രൂപ എന്തിനു തന്നത്? ഇവിടെ എന്തൊക്കെയുണ്ട്? 100 രൂപ. മ്യൂസിയം മാത്രമേ ഉള്ള മൃഗങ്ങള് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങ് സൂയില് പോണെങ്കിൽ എന്തോ എടുക്കണം? 100 രൂപ ടിക്കറ്റ് എടുക്കണം. അവര് ഭയങ്കരമായിട്ട് ഓർഡർ. എനിക്ക് എന്റെ പിറകെ ഓടാൻ പറ്റില്ല. ഓടി അങ്ങ് എത്തി. കർത്താവേ, എനിക്കാണ് വീഡിയോ എടുക്കാൻ ഉള്ളത്. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ നടക്കാണ്. സ്ട്രേഞ്ചറിനോട് പറയും ഇപ്പൊ തന്നെ വേണമെന്നില്ല, പോകുന്ന വഴി ചിലപ്പോ തിരക്കുള്ളവരും കിട്ടിയാലോ. ഇതിപ്പോ ഉള്ളതെടുത്തിട്ട് വാ, നമ്മളാണ് ഫസ്റ്റിക്കുന്നത്. അപ്പൊ അപരിചയം വേണമെന്നില്ലല്ലോ. ഒരെണ്ണത്തില് വേണം. ഏതെങ്കിലും ഇതിൽ 5 അനിമൽ ഇല്ലേ, ഏതെങ്കിലും ഒന്നിന്റെ കിട്ടണം. അവസാനം സേവ് ഒരൊറ്റ ഫോട്ടോ ആയാലും പ്രതിമയായാലും ഒന്നും പ്രശ്നമില്ലെന്ന്. എന്നാ കലയായാലും നമ്മുടെ ഫോട്ടോ ആണല്ലേ ആർട്ട്. ഇവിടെ ഉണ്ടാ. നിങ്ങൾ ആദ്യം ഒരു മാപ്പ് കണ്ടുപിടി, എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പ്ലാൻ ചെയ്യും. ലെറ്റർ ഒക്കെ കളഞ്ഞു. ഇതില് മറ്റേ ചിരിക്കണ ആളെന്ന് വേണ്ട ഒരു അതിനകത്തുള്ള റൂൾസ് അതുപോലെ ചെയ്താൽ മതി. ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി. എനിക്ക് തോന്നുന്നു അവര് വേറെ എന്തൊക്കെയോ സ്ട്രാറ്റജിയാണ് അവിടെ നടത്തുന്നത്. നമ്മൾ കറങ്ങി ഇവിടെ തിരിച്ചെത്തും. നീ ടീമിന്റെ ഗൈഡല്ലേ? ഈ കൊച്ചിനെയും കൂടെ നോക്കുക. ഇവര് പീകോക്കിനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു കോ സ്പോൺസറിന്റെ ഇത് കാണിച്ചു തരാം. ഇവരുടെ സ്മൂത്തീസ് ആണ്. ഇവരിത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി പ്ലാൻസിലൊക്കെ ഇവിടെ സ്മൂത്തീസ് ഓൾ ഓവർ ട്രിവാൻഡ്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ട്രിവാൻഡ്രം ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ ഒരു സ്മൂത്തീസ് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു കമ്പനിയാണ് ഇവർ. സ്മൂത്തീസ്, ഷേക്സ്, സാലഡ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം. രണ്ടിന്റെയും ഡിസ്ക്രിപ്ഷൻ ഞാൻ വീഡിയോന്റെ അവസാനം കൊടുത്തേക്കാം. നിങ്ങളിപ്പോ എന്താണ് നോക്കുന്നത്? ഞാൻ പറയുന്ന ഒരു മാപ്പ് എന്തെങ്കിലും കണ്ടുപിടിക്കും. ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണെന്ന് തോന്നുന്നില്ലേ? ഫൈനലി അവർക്ക് കിട്ടിയ മൈൽ. വേഗം ഓടിയാ വേഗം തീർക്കാം. പിറകെ പിറകെ വണ്ടി വരണം, നോക്കി കൊടുക്കൂ. പിള്ളേരും ഞാനും അത്യാവശ്യം നല്ല പോലെ തളർന്ന്, പിള്ളേര് മുതലേക്ക് വേണ്ടി ഓടെയാണ്. ഒരാള് തളർന്ന് കയ്യാന്ന് പറഞ്ഞ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബാക്കി കണ്ടൊരു ഇങ്ങനെയും കേട്ട് വേഗം ഹോസ്റ്റലിൽ എത്തണം. അതാണ് ഞാനും തളർന്ന് ഗൈസ്. അമ്മയോട് ഇത് കൊക്കുള്ള ഏരിയ മാത്രമല്ലോ, മുതൽ കാണാനില്ലല്ലോ. അതിനെ കണ്ടോടാ. മയിലില്ലെങ്കിൽ എനിക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്രൂവ് ചെയ്യേണ്ടത് മയിലും വേണം, നിങ്ങൾ 3 പേരും വേണം. അല്ല നോർമൽ എന്താണ് അറിയാൻ? ജിറാഫ് ഇല്ല, സോ നിങ്ങൾ ഫോണിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് എടുത്തു. കംപ്ലീറ്റ് ആയി, ഓക്കെ ആണ്. നെക്സ്റ്റ് കാർഡ് തരാം. 3rd റൗണ്ടിന്റെ ടാസ്ക് കാർഡ്. ടാസ്ക് 3, 1 ഗുഡ് ഡീഡ്. ഈ ടാസ്കിൽ നമ്മൾ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ സഹായശേഷിയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. ഈ ടാസ്കിൽ നിങ്ങൾ സഹായം ആവശ്യമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ സഹായിക്കണം. എന്നാൽ ആ സഹായം പണമായോ സമ്മാനമായോ കൊടുക്കാൻ പറ്റത്തില്ല. ആ സഹായം കൊണ്ട് അയാൾക്ക് ഉപയോഗം ഉണ്ടായാലും വേണം, അയാളെ ഉപദ്രവിക്കാനും പാടില്ല. ഇതൊരു ടാസ്ക് ആണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താനാവില്ല. ഗൈഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. നിങ്ങൾ തയ്യാറാണോ? ഇതാണ് ദ ഗ്രേറ്റ് കേരള റേസ്. എനിക്ക് തോന്നുന്നു സൂ നമ്മൾ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചെത്തി. ചിലപ്പോ അല്ലെങ്കിലോ അവർ ലൈഫ് ലൈൻ എടുക്കുകയാണേ. ഇവിടെ ഉള്ള ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ജിറാഫിന്റെ ഒരു ഫോട്ടോ എടുത്താലും മതി. അത് നമുക്ക് തന്നെ ചെയ്തൂടെ? നിങ്ങൾ തന്നെ ചെയ്യണം. എന്റെ ഫോൺ തരത്തില്ല. അല്ലെ ആ ചേട്ടന്റെ എന്താണ് സംഭവം? അത് നമുക്കൊന്ന് സെൽഫി എടുക്കാം. അത് നമുക്ക് ആ ഫോട്ടോ വെച്ച് നമുക്ക് സെൽഫി എടുക്കാം. എന്നിട്ട് ആ ചേട്ടൻ ഫോൺ കൊണ്ടുവയ്ക്കും. പ്രശ്നമില്ല. ഫോണില് ഗൂഗിളില് ജിറാഫിന്റെ പിക്ചർ എടുക്കണം. അവരവിടെ സെറ്റ് ചെയ്ത ഒരു ടീമിന് ഫോട്ടോ എടുക്കാം. ജിറാഫ് എന്ത് കാണിക്കേ? നിങ്ങളുടെ ഫോണിൽ കിട്ടിയാൽ നമ്മൾ ചിലപ്പോ ഫസ്റ്റ് ആണ്. നമ്മൾ വെച്ചിരുന്ന എനിക്ക് ഫോട്ടോ കണ്ടാൽ മതി. ക്യാമറ അടുത്തോണ്ട് പോകും. ടാസ്ക് 3 ആണേ. സോറി, ഇതായിരിക്കണം. ഇത് ക്ലാരിറ്റി ഉണ്ട്. ശരി, അത് മുതൽ എങ്ങോട്ടാണ് എടുക്കണ്ടേടി? അതാദ്യം മുതലെടുത്ത് പോയാ പോരെ. മുതല് ലാസ്റ്റ് എനിക്കറിയാം. ഞാൻ എപ്പോഴും ബാഗ് പിടിക്കണോ? ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
നാലാമത്തെ ഫോർഗോട്ടൻ ലവ്, മറക്കപ്പെട്ട പുസ്തകത്തിലേക്ക് സ്വാഗതം. ഏറ്റവും മൂർച്ചയുള്ളവർ മാത്രമേ അവസാനം എത്തുകയുള്ളൂ. 3 താക്കോലുകൾ നിങ്ങളുടെ വഴി തുറന്നു. 1 മനുഷ്യൻ രചിച്ച ചോദ്യങ്ങൾ തുറക്കുവാൻ നിങ്ങളെ സഹായിച്ചു. 1 ചുറ്റുമുള്ള ജീവിതത്തിന്റെ വാക്കുകളില്ലാത്ത ഭാഷ പിടിച്ചെടുത്തു. 1 പ്രതിഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. ഈ 3 താക്കോലുകളുടെ പേരുകൾ പറയുക. നിയമങ്ങൾ: നിങ്ങൾ ഒരു ടീമായി മാത്രമാണ് ഉത്തരം നൽകേണ്ടത്. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ വീണ്ടും ശ്രമിക്കുന്നതിന് 30 സെക്കൻഡ് നിങ്ങൾ കാത്തിരിക്കണം. ഗൈഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. തയ്യാറാണോ? അവസാനത്തെ വാതിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇതാണ് ദി ഗ്രേറ്റ് കേരള റേസ്. അല്ല, ഈ 3 താക്കോലുകൾക്കും പേര് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി പറയാനല്ലേ? ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, റെഡി. ടാസ്ക് ഫിനിഷ് ആയി ഉറപ്പാണോ? ഇത് വേണ്ടേ? ഇനി അടുത്ത ടാസ്ക്. ടാസ്ക് നമ്പർ 3. അവരെല്ലാം എല്ലാ ടാസ്കും കഴിഞ്ഞായിരിക്കും ബാറ്റിലേക്ക്. ഞാൻ മാറില്ലേ? 4. പൈസ പൈസ കൊടുക്കാം. പൈസ ഉപയോഗിക്കാൻ പാടില്ല. പൈസ ഉപയോഗിക്കാവോ? കാശ് ഉപയോഗിച്ചുകൂടാ. നിങ്ങളുടെ പ്ലാൻ എന്താണ്ടാ പറഞ്ഞു പറയാനാ? ഇപ്പൊ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ പറഞ്ഞെങ്കിലേ അവരെ സഹായിക്കാവോ? അവർക്ക് പോകാൻ അറിയാം. ആരെങ്കിലും ഇപ്പൊ ക്രോസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അവര് പറഞ്ഞ കണക്ക് നമ്മള് തോന്നല്ലേ? മനസ്സിലായ? അവരെ നമ്മൾ സഹായിക്കണം. ആന്റി നമ്മളെ വണ്ടി ഇടിച്ചിട്ടാവും. മര്യാദയ്ക്ക് അവര് പോട്ടെ. സമയത്ത് കാര്യമില്ല. അവന്മാരെ വിളിച്ച് ക്രോസ് ചെയ്യിപ്പിക്കായിരുന്നു. അപ്പനും അമ്മയും ട്രെൻഡ് ആൻഡ്രി എന്തിനു പറയണ എല്ലാവർക്കും എല്ലാം മതിയാവോ? ഇനി അങ്ങ് പോണോ? അമ്മ പറഞ്ഞോട്ടെ. പിന്നെ അമ്മ വിളിക്കുമ്പോ പറ, ഒരു 10,000 കിട്ടാൻ പോകുന്നുണ്ട്, ജയിച്ചിട്ട് വീട്ടിലേക്ക് മോള് വരാന്ന് പറഞ്ഞു. അത് തന്നെ 10,000 ആയിട്ട് മോള് വീട്ടിൽ വരാന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ഹെൽപ്പാണ് ചെയ്യണേ? നമ്മള് ലൈറ്റ് സാധനം കൊണ്ടുപോയി മാമന്മാരെ ഹെൽപ്പ് ചെയ്യുവാണ്. അവരുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? നമ്മുടെ ആയാലും പറയാതെ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത്? ഒന്നും പറഞ്ഞില്ല. അവരിൽ നിന്ന് അപ്പോഴേ എടുത്ത് അവരെ അങ്ങോട്ട് ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകുന്നു. കുറഞ്ഞ എടുത്ത മതി. നല്ല മനസ്സിലായിരുന്നു തന്നെയല്ലേ? അതെ. ചോദിക്കും, അവർക്ക് വെള്ളം ചോദിക്കും. ഒന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ആൻസർ അപ്രൂവ് ആയിട്ടുണ്ട്. നോളജ് ആണ് പറഞ്ഞേക്കുന്നത്. അല്ല, തിരിച്ചു പറയുന്ന വെള്ളം ഇവിടെ ആർക്കും വേണ്ട. राजकुमार इधर उधर देखता है और उसे किसी जानवर की बाकी അവരത് ചെയ്തു. ഇത് ഫൈനൽ ടാസ്ക് ലെറ്ററാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടത്തില്ല. ഇത് എന്താണെന്നൊന്നും ഞാൻ പറയത്തില്ല. വേണ്ട കാര്യം മാത്രമേ ഞാൻ സംസാരിക്കൂ. അഞ്ചിലുണ്ടോ? അങ്ങനെ ഇട്ടൂടാ. മാത്രം കൊടുത്തോളൂ. കാല് അതെ അമ്മ. സന്തോഷം. അമ്മ നമ്പർ എത്രയാണ്? 4. ഉത്തരം പറഞ്ഞിട്ടില്ല.
രണ്ടാമതല്ല വൃത്തിൻ്റെ ഫോട്ടോ എടുത്തു. ആ ഇത്തരം മകൻ വിളിക്കുന്ന ഫോട്ടോ എടുത്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? സഹായം എന്തിനു പറയാൻ അഞ്ചിന് ബുദ്ധിപ്പാറല്ല കൂട്ടത്തിന് ബുദ്ധിയുള്ളത്. ചിലപ്പോൾ നമ്മളിപ്പോ തോക്കാം. ആരെങ്കിലും ഓടി വന്നാലും ചിന്തിക്ക്, പെട്ടെന്ന് ചിന്തിക്ക്. മനസ്സിലായില്ല ഇതെന്തുകൊണ്ട്. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് ആൻസേഴ്സ് ആണ് ഇത്രയും കൂടി പറഞ്ഞു. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും കൂടെ പറഞ്ഞാൽ ഓക്കെയാണ്. കണ്ടാൽ മാത്രം ഒരാൾക്ക് സഹായിക്കാൻ തോന്നുന്നു. ഇല്ല, അയാളുടെ അവധി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട സെക്കൻഡ് ആയില്ല. എമ്പതി നമ്മൾ അവരുടെ സ്ഥാനത്ത് ചിന്തിക്കുന്നോണ്ടല്ലോ സിറ്റുവേഷൻ. അല്ല നമ്മളിപ്പോ അല്ല എമ്പതി എമ്പതി ആണ് ശരി. അപ്പം 4th ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നു. ഫൈനൽ ടാസ്കിലോട്ട് പോവാണ്. ഇത് ഫൈനൽ ടാസ്ക് ആണ് കൊടുക്കുന്നത്. അടിപൊളി, നിങ്ങൾ ഫൈനൽ ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്താനായിട്ട് നിങ്ങൾ പസിൽസ് സോൾവ് ചെയ്തു, മൃഗങ്ങളോടൊപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു, അർഹതപ്പെട്ട ഒരാളെ സഹായിച്ചു, നിങ്ങൾ കീ ഉപയോഗിച്ച് നമ്മുടെ ഫോർഗോട്ടൻ ബുക്ക് തുറന്നു. ഇനി ഒരു കാര്യം കൂടി ബാക്കി. ട്രിവാൻഡ്രത്തിന്റെ തന്നെ അഭിമാനമായ കനോകുന്ന് പാലസ്. ഇവിടെയാണ് നമ്മുടെ റേസ് എൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന കോണിപ്പടികൾ ഓടിക്കേറി ഇതേ കാണുന്ന പയ്യനെ കണ്ടു. ഈ കോണിപ്പടികൾ ഓടിക്കേറി വന്ന് നമ്മുടെ കോ സ്പോൺസർ കൂടിയായ ട്രിവിയത്തിന്റെ ഈ പയ്യന് കൈ കൊടുക്കുന്ന ഫസ്റ്റ് ടീം ആയിരിക്കും ഗ്രേറ്റ് കേരള റേസിന്റെ വിജയ്. ഒബ്സർവേഷനിലുണ്ട്. മൂന്നാമത്തെ ടാസ്ക് നമുക്ക് തന്നത് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ്, ഹ്യൂമാനിറ്റി, എംപതി, കറക്റ്റാണോ? ആദ്യം പറഞ്ഞ സ്ഥലം അതാണോ? ഇവിടെ ഉള്ളവരാണോ നിങ്ങൾ? പറയുന്ന ആരത്തെങ്കിലും ചോദിക്കാം സ്ഥലം അതാണോ? കനോക്കുന്ന് വേണ്ട ആദ്യം വന്നണ്ട സ്തംഭം ഈ ഗേറ്റിൽ കൂടെ പുറത്താണ്. കനോക്കുന്ന് അപ്പുറത്താണ്. മെയിൻ എൻട്രൻസ് ഇതാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ അല്ല, നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം. നമ്മൾ 3 പേരും ഒരുമിച്ച് പറയണം. എനർജി വരുന്നില്ല. 10,000 രൂപയാണ്. അറിഞ്ഞൂടാ പിന്നെന്താ ഗ്രേറ്റ് കേരള റൈസ്. ഗ്രേറ്റ് കേരള റൈസ് അറിവ് കൊണ്ട് അറിവ്. അവിടെ അടുത്ത ടീം വരും. അടുത്ത് നിങ്ങൾ എത്രാമത്തെ? ജയിച്ചില്ല കളിച്ചോ. ജയിച്ചില്ല കളിച്ചോ. അടുത്ത് ചെയ്യുക പരിപാടി. പിന്നെ മോത്തം തോന്നുന്നു ചെയ്യണം. നീയൊക്കെ വിട്ടുപോയെ. സഹായം സഹായം ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. സഹായം സഹായം ഫൈനൽ ഡ്രൈ. ചിലപ്പോ നിങ്ങൾക്ക് ഓടി ജയിക്കാം. പെട്ടെന്ന് വരും, എനിക്കറിയില്ല. നില്ല എവിടെയാണെന്ന് നോക്ക്. ചുമ്മാ എങ്ങോട്ട് കൊടുക്കുന്നു. നമുക്ക് നോക്കിക്കാം. ഞാൻ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടെ വായിക്കും. ചിലപ്പോ ഞാൻ പിന്നെ പറഞ്ഞു വേണേ ജയിക്കാം. തിരുവനന്തപുരത്തെ കഴകക്കുന്ന് കൊട്ടാരം എവിടെയാണ്? നാലാമത്തെ ടാസ്ക് ഇത് കഴിഞ്ഞ് നേരെ എത്തണം അല്ലേ? ഡേ കഴിഞ്ഞ പറ നിങ്ങൾ പറ നമുക്ക് സമയമില്ല. ഇംഗ്ലീഷിലൊന്നും ആലോചിച്ച് നോക്ക്. അതാണ് കിട്ടാത്തത്. എല്ലാരും
നിങ്ങൾ ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു? അല്ല അതിനെ തിരക്കി ഓടി അതിന് വേണ്ടി വേണ്ടി പ്രവർത്തിച്ചു. നിങ്ങൾ അടുത്തെത്തി ആ ഒരു പോയിന്റിലോട്ട് എത്തി. ഒബ്സർവേഷൻ ഓക്കെ കറക്റ്റ്. അതെന്താണ്? അതില് 2 താക്കോൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് ചിന്തിച്ച ആൻസർ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ എന്താണത്? അറിവ് കൂടി. ഇതാ എടാ ഈ വലിയ സ്റ്റെപ്പ് എവിടെ? ഇതാണോ? നേരെ പെട്ടെന്ന് വാ ശബ്ദം ഉണ്ടാക്കാതെ ഓടിക്കോ എന്നെ നോക്കണ്ട, ഓടിക്കോ. അടുത്ത് വരാം. പണ്ട് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്. ആ ഒരു കോർഡിനേഷൻ നമ്മൾ പഴയ വൈബ് നമുക്ക് കിട്ടിയപ്പോ എത്ര വർഷത്തിന് ശേഷം കിട്ടിയത്? നമുക്ക് ഈ ഓർഡറിന്റെ ഒരു ടൈമും പിന്നെ അത്ര ദൂരവും ഡിസ്റ്റൻസ് ചെയ്യാനുള്ളതുകൊണ്ട് അതിന്റെ ഒരു പാടത്തെ ട്രാവലിംഗ് നമ്മളെ വീട് കറക്റ്റ് അതിന്റെ അപ്പം കിട്ടിയതായിരുന്നു. ആരെ ഹെൽപ്പിലാണ് നമ്മൾ കിട്ടുന്നത്. വീട്ടിൽ തന്നെ പറഞ്ഞോട്ട് വീട്ടിൽ തന്നെ കളിച്ചിട്ടാണ് നിങ്ങൾ തോറ്റ. അപ്പൊ എന്ത് തോന്നുന്നു? ജയിച്ചാലും തോറ്റാലും സന്തോഷം തന്നെ. ഇല്ല, ഈ ഗെയിമിലൂടെ ഒരാളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ എന്തോ സഹായം ചെയ്തു? മാങ്ങ വിറ്റ് സഹായിച്ചു. അത് നൈസ്. ഒന്നുകൂടെ മ്യൂസിയം കാണാൻ പറ്റും. നൈസ്. ഓടിയിട്ടാണെങ്കിലും സീനും വാങ്ങി കിട്ടി. നിങ്ങളൊക്കെ കിട്ടിയാലും സന്തോഷം. എന്ത് കിട്ടി? ഫ്രണ്ട്സായിട്ട് അത്രേ ഉള്ളൂ. ടെക്നിക്കലി നിങ്ങൾ തന്നെയാണ് ജയിച്ചത്. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇവൻ ഇവിടെ എത്താൻ താമസിച്ചു. കാര്യം മനസ്സിലായി. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കിൽ ഇവര് ഓൾറെഡി കുറെ മുമ്പേ വന്നു എന്നാണ് പറയുന്നത്. ഇവർ ഇവിടെ മൊത്തം ആർക്കൊക്കെയാണ് ഹാൻഡ്ഷേക്ക് കൊടുത്ത്. ഞാനാണ് ഗൈഡ്. നമുക്ക് മുന്നേ വന്നായിരുന്നു ഉറപ്പാണ് അത്. എവിടെ പോയിക്കാണോ? ഒരു ടീം മെമ്പർ എവിടെ? എടാ ചെല്ലി എടാ അവന്റെ അടുത്ത്. ഇവിടെ ആരും ഇല്ലായിരുന്നു വന്നപ്പോ. ഇവിടെ വന്നിട്ട് കറങ്ങി തിരിച്ചു വന്നു. അപ്പോഴാണ് എല്ലാരും ഉണ്ടായിരുന്നത്. അപ്പൊ അവർ ഓക്കെയാണ്. നമ്മളൊരു ടൈ ബ്രേക്കർ പോലെ സെറ്റ് ചെയ്യാൻ അവർ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളും കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ടാസ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ടാസ്ക് എന്താണെന്ന് ഞങ്ങൾ അതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പത്തിന് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ട്. ഒരു 2 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് അവർ ഓക്കെയാണ്. നമ്മുടെ റേസ് ഫിനിഷ് ആയ സമയത്ത് ഇവർ ആക്ച്വലി നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് പ്രകാരം നമ്മുടെ മെയിൻ ആൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഇവരാണ് ടെക്നിക്കലി വിജയിച്ചത്. പക്ഷെ എന്നാലും ഇവരൊരു 10-15 മിനിറ്റ് മുമ്പേ ഇവിടെ എത്തി എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേരുടെ സൈഡും നമ്മൾ മാനിച്ചിട്ട് ഇവരോടും നമ്മൾ സംസാരിച്ചിട്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി. നമ്മളൊരു ഫൈനൽ ടാസ്ക് വെച്ചിട്ട് ഇവർ 2 ടീമിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും ഇന്ന് ജയിക്കാൻ പോകുന്നത്. ടാസ്കിന്റെ പേര് എല്ലാരും കൊച്ചിലെ കളിച്ചിട്ടുള്ളത് തന്നെയാണ്. ബസ് എന്ന് പറയും. പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 എന്ന് പറയും, നിങ്ങൾ 2 എന്ന് പറയും, നിങ്ങൾ 3 പറയുന്നു, 4 പറയും, നിങ്ങൾ ബസ് എന്ന് പറയണം. 5 ഓഡ് 5, 10, 15, 20 അതിന് പകരം ബസ് എന്ന് പറയണം. ആർക്ക് ഇത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നു അവര് നോക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരാൾ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1, 2, 3, 4 ഇവര് ബസ് എന്ന് പറയണം. 6, 7, 8, 9 ഇവര് 10 പകരം ബസ് എന്ന് പറയണം. അങ്ങനെ പോവാ ആരാണോ ലാസ്റ്റ് തെറ്റിക്കുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തുടങ്ങാം. ബ്രോന്റെ പേര് റെഡിയാണോ? നിങ്ങൾ രണ്ടുപേരും തുടങ്ങി. അറിയാമോ?
ഇല്ലടാ എന്നാലും 5 എളുപ്പമാടാ. 5 എങ്ങനെയാലും എളുപ്പമാണ്. കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഫിസിക്കലി എന്തെങ്കിലും പെട്ടെന്ന് 5 നടന്നില്ല. സോ വി ആർ ഡൂയിങ് 3 വരെ വെച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പോകും. ഇപ്പോൾ തുടങ്ങിയോ? സ്ലോ ആകാൻ പറ്റത്തില്ല. തുടങ്ങി 1 2 ബസ് 4 5 ബസ് 7 8 ബസ് 10 11 12 ജയിച്ചല്ല നമ്മൾ ജയിച്ചല്ല. ബ്രോ ടഫായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തോറ്റയിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? നമ്മളത് തോറ്റതായിട്ട് കണ്ടിട്ടില്ല. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് കുറെ നമ്മളെ പെട്ടെന്ന് ടാസ്ക് വായിച്ചു പെട്ടെന്ന് സഡൻ ആക്ഷൻ ആയിരുന്നു. അതാണ് കുറെ മിസ്റ്റേക്ക് വന്നത്. കുറച്ച് ചിന്തിച്ചാൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ സ്ഥലം അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം കനകക്കുന്ന് പറഞ്ഞ മ്യൂസിയത്തിന്റെ സ്റ്റെപ്പൊക്കെ ഓടിക്കേറി. പിന്നെ വരെ വന്നേ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മളെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് കാരണമാണ് ഇവരാണ് ഇവിടെ ആദ്യം എത്തിയത്. പക്ഷേ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ എടുത്തത് കൊണ്ട് ഇവിടെ അടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇവരെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. അത് കഴിഞ്ഞു. നിങ്ങൾ ഓക്കെ ആണല്ലോ കളിച്ചതില്? നമ്മൾ ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെങ്കിലും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇവർ സോൾവ് ചെയ്തിട്ട് ജയിച്ച ടീം ഇവരാണ്. നമ്മൾ പറഞ്ഞ 10,000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ഗൈഡായ ആൽവിന് 1000 രൂപയും കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ലൈഫ് ടൈം നമ്മുടെ കോ സ്പോൺസറായ ട്രിവിയം സ്റ്റോറീസിന്റെ വക ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നിങ്ങളെ വീട്ടിൽ നടക്കുകയാണെന്ന് വിചാരിച്ചോ, കല്യാണോ എന്ത് പരിപാടിയാണെങ്കിലും നിങ്ങളുടെ സ്റ്റേജിന്റെ ഡെക്കോർ ഫ്ലാറ്റ് 30% ആയിരിക്കും. റേറ്റിന്റെ 30% ഞങ്ങൾ കുറച്ച് തരുന്നതായിരിക്കും. ജയിച്ച ഗൈഡ് നമ്മൾ ഇതേപോലത്തെ നമ്മുടെ ഗ്രേറ്റ് കേരള റേസ് ഇനി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഈ വീഡിയോക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ വീഡിയോക്ക് 1 ലക്ഷത്തിന് മുകളിൽ ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വരാൻ പോകുന്ന കൊല്ലത്തേക്കാണ്.